ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ യുവർ സ്ട്രെങ്ത്? സോ ഈ വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 99.99% ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ ഇത് എങ്ങനെ ആൻസർ ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, പല രീതികളിൽ ഇത് ചോദിക്കാം. ലൈക്ക് ടെൽ മീ അബൌട്ട് യുവർ സ്ട്രെങ്ത്. വാട്ട് വുഡ് യു സേ ആർ യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്സ്? വാട്ട് മേക്സ് യു എഫക്റ്റീവ് അറ്റ് വർക്ക്? വാട്ട് യു കൺസിഡർ യുവർ ബിഗസ്റ്റ് സ്ട്രെങ്ത്? വാട്ട് സ്ട്രെങ്ത് സെറ്റ്സ് യു അപ്പാർട്ട്? വാട്ട് പേഴ്സണൽ സ്ട്രെങ്ത് ഹെൽപ്പ് യു സക്സീഡ്? അപ്പോൾ പല രീതികളിൽ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ഒരു എംപ്ലോയർ ചോദിക്കുമ്പോഴത്തേന് വാട്ട് ദേ ആർ റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദേ ആർ റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് യു. സോ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ CV അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ഓൾറെഡി നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാണാം, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് കാണാം, നമ്മുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കാണാം, നമ്മുടെ ടെക്നിക്കൽ നോളജ് എല്ലാം അവർക്ക് കാണാം. ഇതെല്ലാം കാണാമെങ്കിലും അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. വെൻ ദേ ആർ ട്രൈങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് യു. ദേ വാണ്ട് ടു നോ ഹൂ ആർ യു ആസ് എ പേഴ്സൺ. ഹൗ ഡു യു അപ്രോച്ച് യുവർ വർക്ക്? വാട്ട് കൈൻഡ് ഓഫ് ടീംമേറ്റ് വിൽ യു ബി? ഹൗ ഡു യു റെസ്പോണ്ട് വെൻ തിങ്സ് ഡോണ്ട് ഗോ ടു പ്ലാൻ? ഹൗ ഡു യു ഹാൻഡിൽ പ്രഷർ, ചേഞ്ച് ആൻഡ് റെസ്പോൺസിബിലിറ്റി? What strengths will you bring into the workplace every day? Because as you know, skills tells employer what you can do, but strength often tell employees how you will do it. So അപ്പം അവർക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ടൈപ്പ് പേഴ്സൺ ആണ്, നമ്മൾ നമ്മുടെ ജോലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, നമ്മൾ നല്ല കമ്മ്യൂണിക്കേറ്റീവും ഇൻട്രാക്റ്റീവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീംമേറ്റ് ആണോ, നമ്മൾ പ്രഷറൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നമ്മൾ ഈ ജോലിയിലേക്ക് എന്തെല്ലാം സ്പെസിഫിക് സ്ട്രെങ്ത് കൊണ്ടുവരുന്നുണ്ട്, ആ സ്ട്രെങ്ത് ഈ ജോലിയിൽ നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടും. സോ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് വേണ്ടിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സോ ടു സമ്മറൈസ്, I can say that there are 6 things employers look when they are trying to ask this question: what are your strengths? First one, are you self-aware and honest about yourself? So they want to know whether can you realistically assess yourself and identify the qualities that genuinely describe how you work. Employers value candidates who understand both their strengths and areas for growth. Self-awareness often indicates maturity, professionalism and ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ അവർക്ക് അറിയേണ്ടത് നമ്മൾ ഹോണസ്റ്റ് ആണോ, നമ്മൾ സെൽഫ് അവെയർ ആണോ, നമ്മുടെ സ്ട്രെങ്തിനെ പറ്റി നമ്മൾ അവെയർ ആണോ. അങ്ങനെ അവെയർനെസ് ഉള്ള ഒരാളെന്ന് പറയുമ്പോഴത്തേന് ദാറ്റ് റിയലി ഷോസ് മാച്യൂരിറ്റി ആൻഡ് പ്രൊഫഷണലിസം. സോ ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, വാട്ട് സ്ട്രെങ്ത്സ് ഡു യു ബ്രിങ് ടു ദ റോൾ? അവർക്ക് അറിയേണ്ടത് വാട്ട് ആർ ദ യുണീക് ക്വാളിറ്റീസ്, ബിഹേവിയേഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് വുഡ് യു കോൺട്രിബ്യൂട്ട് ഇഫ് ഹയർഡ്.
സോ ദിസ് ഇസ് നോട്ട് റിയലി അബൌട്ട് ടെക്നിക്കൽ സ്കിൽസ്. അവർക്ക് അറിയേണ്ടത് ഇസ് അബൌട്ട് ദ മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് യു ബ്രിങ് ടു യുവർ വർക്ക് എവറി ഡേ. Number 3, how do these strengths help you perform at work? It is not really enough to simply say you are adaptable, reliable, or a good communicator. Employers want to understand how those strengths help you solve problems, support colleagues, manage responsibilities, and deliver results. Fourth one, will you fit well within the team and the organization? Very, very important one. എല്ലാ ഓർഗനൈസേഷനും അവരുടേതായ കൾച്ചർ ഉണ്ട്, വാല്യൂസ് ഉണ്ട്, അവരുടെ വേസ് ഓഫ് വർക്കിംഗ് ഉണ്ട്. Employers are trying to determine whether your working style, attitude, and behavior will contribute positively to the team environment. Fifth one, how do you handle challenges, change, and responsibility? നമുക്കറിയാം വർക്ക് പ്ലേസ് കോൺസ്റ്റന്റ്ലി ഫേസ് challenges, changing priorities, and unexpected situations. Employers want to know whether you stay calm, remain adaptable, take ownership, and continue moving forward when things become difficult. Sixth one, can you communicate your value clearly and confidently? This question also tests your ability to explain who you are professionally. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്നുണ്ടോ? Can you clearly explain the value that you bring into the team? And can you help the interviewer understand why those strengths മാറ്റർ? സോ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് യഥാർത്ഥത്തിൽ ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയിൽ they just want to know what kind of a person they are working with on a daily basis. They just want to know your mindset, your work ethic, your approach to challenges, your ability to work with others, പിന്നെ നമ്മുടെ റിലയബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് യുവർ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു ദ ടീം. സോ ഇത്രയും കാര്യങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സ്ട്രെങ്ത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്ട്രെങ്ത് വെച്ച് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ഇതിപ്പോൾ ആൻസർ ചെയ്യുന്നത് പ്രൊഫഷണൽ സ്ട്രെങ്തിന്റെ ബേസിസിലാണ്. സോ ഞാൻ ഇത് ആൻസർ ചെയ്യുന്നത്, ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, ഞാൻ ആൻസർ ചെയ്യുന്ന വളരെ പ്രൊഫഷണലായിട്ട് എൻ്റെ റോളിന് എനിക്ക് എല്ലാം പ്രൊഫഷണൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. സോ ഇഫ് യു ക്യാൻ വാച്ച് ദ വിഷ്വൽസ് യു ക്യാൻ സീ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. സോ ഞാനിതിനെ ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. വെൻ ഐ തിങ്ക് അബൌട്ട് മൈ സ്ട്രെങ്ത്സ്, I would say they fall into 5 main areas: having a positive mindset, building strong relationships, solving problems, adapting to change, and taking ownership of my work. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയാണ്, ഫസ്റ്റ്ലി ഐ ആം എ പോസിറ്റീവ് ആൻഡ് സൊല്യൂഷൻ ഫോക്കസ്ഡ് പേഴ്സൺ. എവറി വർക്ക് പ്ലേസ് ഫേസസ് ചാലഞ്ചസ്, അൺഎക്സ്പെക്ടഡ് ഇഷ്യൂസ്, ചേഞ്ചിങ് പ്രയോറിറ്റീസ് ആൻഡ് ഒക്കേഷണൽ സെറ്റ്ബാക്സ്. I have found that staying positive and focusing on what can be done rather than what can't be done help me remain productive and helps the people around me stay motivated as well. I try to bring a calm and constructive approach when things become difficult. Second strength. Another strength is my ability to build strong relationships with people. I genuinely enjoy working with others, understanding different perspectives and building trust. Whether it's colleagues, stakeholders, customers, or managers, I believe good communication and strong relationships are often the foundation of successful teamwork. I have found that when people trust each other and communicate openly, work becomes more effective and enjoyable for everyone. Problem solving is another strength that I rely on regularly. I enjoy analyzing situations, identifying root causes, and finding practical solutions. When issues arise, I naturally focus on understanding what is really causing the problem and what actions can move things forward. Rather than becoming overwhelmed by challenges, I prefer to break them down into manageable pieces and work towards a solution. I would also describe myself as adaptable and someone with a growth mindset. Technology, workplaces, and business needs are constantly evolving. So I believe it's important to stay open to learning and change. I enjoy learning new skills, improving existing ones, and stepping outside my comfort zone when opportunities arise. I see change as an opportunity to grow rather than something to resist. Finally, I take ownership of my work.
If I commit to something, I take responsibility for delivering it to the best of my ability. I try to be reliable, accountable, and consistent in the way that I work. People should be able to trust that I will follow through on my commitments and take responsibility for my outcomes. Overall, I can say that my strengths help me contribute in a positive way to both the team and the organization. I believe they allow me to work well with others, handle challenges constructively, continue learning, and consistently deliver quality results. ഒരു വൺ ലൈൻ സമ്മറി പോലെ എനിക്ക് പറയാൻ പറ്റും, ഐ ആം എ പോസിറ്റീവ് ആൻഡ് സൊല്യൂഷൻ ഫോക്കസ്ഡ് പ്രൊഫഷണൽ who builds strong relationships, solves problems calmly, adapts to change, and takes ownership of delivering quality results. You know, that single sentence naturally communicates positive attitude, resilience, strong interpersonal skills, problem solving, adaptability, growth mindset, reliability, and accountability. I can say that these are exactly the kind of strengths that resonate strongly with New Zealand employers because they combine mindset, teamwork, adaptability, ownership, and delivery. So, ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ പ്രൊഫഷണലി ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിനെ എങ്ങനെ ട്രേറ്റ്സ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ സ്ട്രെങ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങളിപ്പോൾ വിഷ്വൽസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇഫ് യു ലുക്ക് അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഒരുപാട് ട്രേറ്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. മൈൻഡ് സെറ്റ് ട്രേറ്റ്സ്, ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റെസിലിയൻറ്റ്, ഡിറ്റർമൈൻഡ്, മോട്ടിവേറ്റഡ്, അങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ട്രേറ്റ്സ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വർക്കിംഗ് സ്റ്റൈൽ ട്രേറ്റ്സ് ലൈക്ക് റിലയബിൾ, ടീം പ്ലെയർ, ഓർഗനൈസ്ഡ്, റിസൾട്ട്സ് ഓറിയന്റഡ്, അക്കൗണ്ടബിൾ, ഡീറ്റെയിൽ ഓറിയന്റഡ്, അനലിറ്റിക്കൽ, പ്രോബ്ലം സോൾവർ, അങ്ങനെ ഒരുപാട് ട്രേറ്റ്സ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഇതിൽ എനിക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ ട്രേറ്റ്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് കോഡ് വേർഡ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കോഡ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OPRCA എന്നാണ്. ലൈക്ക് ഒപ്റ്റിമിസ്റ്റിക്, പ്രൊആക്റ്റീവ്, റിലയബിൾ, കമ്മ്യൂണിക്കേറ്റീവ്, അക്കൗണ്ടബിൾ. സോ ഇങ്ങനെ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ കോഡ് വേർഡ് ഓർക്കും. സോ ഫസ്റ്റ് ഇറ്റ്സ് സോ ഞാൻ എങ്ങനെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒപ്റ്റിമിസത്തെ പറ്റിയാണ് കുറച്ചുകൂടെ നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറയും വൺ ഓഫ് മൈ സ്ട്രെങ്ത് ഇസ് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ആൻഡ് സൊല്യൂഷൻ ഫോക്കസ് മൈൻഡ് സെറ്റ്. ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് എൻ്റെ ലൈഫിൽ. എല്ലാ കാര്യങ്ങളും ഐ ലൈക്ക് ടു കീപ്പ് ഇറ്റ് പോസിറ്റീവ്. അപ്പം ഇതുപോലുള്ള എൻ്റെ നേച്ചർ എൻ്റെ വർക്ക് പ്ലേസിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെൻ ചാലഞ്ചസ് അറൈസ് ഐ നാച്ചുറലി ഫോക്കസ് ഓൺ വാട്ട് ക്യാൻ ബി ഡൺ റാദർ ദാൻ ഡ്വെല്ലിംഗ് ഓൺ ദ പ്രോബ്ലം. ഐ ഹാവ് ഫൗണ്ട് ദിസ് helps me stay calm under pressure and also helps the team remain focused on finding solutions. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്ന കാര്യത്തിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇത് ആൻസർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കോഡ് വേർഡിൽ അഡാപ്റ്റബിൾ ആണെന്ന് വിചാരിക്കുക. സോ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദാറ്റ് ഐ ആം അഡാപ്റ്റബിൾ, ഞാൻ അതിനെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ഓഫ് മൈ സ്ട്രെങ്ത് ഇസ് അഡാപ്റ്റബിലിറ്റി. I know that projects, priorities, and technologies can change quickly, and I have learned to adjust without losing focus. I enjoy learning new ways of working and finding the best path forward when circumstances change. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ കോഡ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്റ്റാർ സ്റ്റോറി ആൻസർ ചെയ്ത് വെച്ചു. അപ്പം ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ കോഡ് വേർഡ് റിമെമ്പർ ചെയ്തിട്ട് ഞാൻ അതിൽ നിന്നോട്ട് എക്സ്പാൻഡ് ചെയ്യും. സോ ഈ മെത്തേഡാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത്. ഇതെനിക്ക് നല്ലപോലെ വർക്ക് ചെയ്തു ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി. നമ്മൾ കുറച്ച് കോഡ് വേർഡ് ഓർക്കുന്നു, ആ കോഡ് വേർഡ് നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ആ കോഡ് വേർഡ് ഓർക്കുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറയുന്നു, എന്നിട്ട് ഞാൻ അതെൻ്റെ റിയൽ ലൈഫിൽ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നോ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി കുറച്ച് സംസാരിക്കുന്നു. പിന്നെ അത് എൻ്റെ ജോലിയിൽ ഞാൻ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് റിലയബിൾ, ഞാൻ പറയുകയാണ് ഞാൻ ഭയങ്കര ഒരു റിലയബിൾ ടീം മെമ്പറാണ്, ഞാൻ നല്ല ഹൈ ട്രസ്റ്റ് റിലേഷൻഷിപ്പ് എൻ്റെ ടീം മെമ്പേഴ്സുമായിട്ടും എൻ്റെ പ്രോജക്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒരു ഡിപ്പെൻഡബിൾ പേഴ്സൺ ആയിട്ടാണ് കരുതുന്നത്. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ സ്ട്രെങ്സ് ആൻസർ ചെയ്യുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, ഇങ്ങനെ പല പല ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ടീം ആൻഡ് റിലേഷൻഷിപ്പ് ട്രേറ്റ്സ് ആണ്. Like collaborative, communicative, empathetic, approachable, good listener. And if you look at the right side, you can see change and challenge traits like I'm adaptable, I'm flexible,
ഐ എം എ പ്രോബ്ലം സോൾവർ, ഐ എം കാം അണ്ടർ പ്രഷർ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് എല്ലാം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ കോഡ് വേർഡ് നിങ്ങൾ ഫോം ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കണം. സോ ഇപ്പം നിങ്ങൾ നോക്കുന്ന വിഷയം നിങ്ങൾക്ക് ലീഡർഷിപ്പ് ട്രേറ്റ്സ് കാണാം. ലൈക്ക് ടേക്സ് ഇനീഷ്യേറ്റീവ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്, ഇന്നോവേറ്റീവ് ആണ്, ഇൻഫ്ലുവൻഷ്യൽ ആണ്. അപ്പം നിങ്ങളുടെ ജോലി ഏതാണോ ആ ജോലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കോഡ് വേർഡ്സ് ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെങ്ത് ആൻസർ ചെയ്യാം. സോ ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് എനിക്ക് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ക്വസ്റ്റിന് വേണ്ടി പിന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ട്രേറ്റ്സ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ് വേർഡ് വെച്ച് നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴത്തേന് നമ്മൾ കോഡ് വേർഡ് ഓർക്കും, അടുത്ത സെക്കൻഡ് നമ്മൾ ആ കോഡ് വേർഡിനെ എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. സോ ഓൺ ദ റൈറ്റ് സൈഡ് ഐ ഹാവ് പുട്ട് പവർഫുൾ കോമ്പിനേഷൻ ഫോർ മോസ്റ്റ് ഇന്റർവ്യൂസ്. അപ്പം അതിൽ പറയുന്നുണ്ട് ബാലൻസ്ഡ് ആൻസർ വിൽ ഇൻക്ലൂഡ് ലൈക്ക് പോസിറ്റീവ് ആൻഡ് സൊല്യൂഷൻ ഫോക്കസ്ഡ്. അത് എല്ലാ ജോലികൾക്കും ആവശ്യമുള്ളതാണ്. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഏത് റോളിലും നല്ലപോലെ എക്സൽ ചെയ്യും. സെക്കൻഡ്, സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എവ്രി വൺ ഇസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അങ്ങനെയുള്ള ഒരാൾ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കും. ശരിയല്ല? അങ്ങനെയുള്ള ആൾ നല്ലപോലെ കൊളാബറേറ്റ് ചെയ്യും. അയാളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ടോപ്പ് നോച്ച് ആയിരിക്കും. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ റൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു പവർഫുൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദിസ് 5 things like positive and solution focused, take some traits out of it, strong interpersonal skills, expand out of it, problem solver, expand a little more on it, like how you have solved problems in the past and what has helped you to do it. അങ്ങനെ നമുക്ക് അത് ആൻസർ ചെയ്യാം. അഡാപ്റ്റബിൾ ആണ്. എനിക്ക് ചേഞ്ചിങ് എൻവയോൺമെന്റ് ആണെങ്കിലും ചേഞ്ചിങ് പ്രൊജക്ട് ആണെങ്കിലും ഞാൻ വേഗം അഡാപ്റ്റ് ചെയ്യും, ഞാൻ ക്വിക്കായിട്ട് ലേൺ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി റിലയബിൾ ആൻഡ് അക്കൗണ്ടബിൾ. അപ്പം ഈ ഒരു 5 കോമ്പിനേഷൻ ഏത് ഇന്റർവ്യൂവിനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഈ 5 ട്രേറ്റ്സിനെ ചുറ്റിപ്പറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്റ്റാർ സ്റ്റോറി ഫോം ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ഒരിക്കലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സീംലെസ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഹിഡൻ ആയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് വി ആൻസർ എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഹൗ വെൽ വി ഫിറ്റ് ഇൻ ടു ദ ടീം, വാട്ട് ആർ ദ സ്ട്രെങ്ത്സ് ദാറ്റ് വി ബ്രിങ് ഇൻ ടു ദ ടീം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളെ പറ്റി നല്ല ഒരു പേഴ്സണാലിറ്റി ഗ്ലാൻസ് തന്നെ അവർക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്ന് കിട്ടും. ലൈക്ക് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ എളുപ്പമാണോ, നമ്മൾ ടീം കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ഹൈ പ്രയോറിറ്റിയോട് കൂടി ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് നല്ല ഫ്ലോയോട് കൂടി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ അപ്പം നിങ്ങൾക്ക് ഈ ടെക്നിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇന്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിൽ ഞാൻ ഓൾറെഡി ഇതിനെ പ്രൊഫഷണലി എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഫഷണൽ ആൻസറിൻ്റെ ഒരു സ്നാപ്ഷോട്ടും ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐ ഹാവ് കൺക്ലൂഡഡ് വിത്ത് ദ മെത്തേഡ് ദാറ്റ് ഐ ഹാവ് യൂസ് ടു ഫ്രെയിം മൈ സ്ട്രെങ്ത്സ്. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.